പണമുണ്ടാക്കുക എന്നുള്ളത് അത്ര കഷ്ടപ്പാടുള്ള കാര്യമല്ല. എന്നാൽ അതിലേക്കുള്ള വഴി കണ്ടെത്തുക എന്നുള്ളത് നല്ല കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണല്ലേ. പണം കണ്ടെത്തുവാനുള്ള ഭാഗമായി പണക്കാരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് കിട്ടിയ സാഹചര്യം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടോ? അല്ല, അവരുടെ ഐഡിയ നിങ്ങളിൽ വർക്കാകണമെന്നുണ്ടോ? നമ്മൾ മനുഷ്യർ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നത്. നമുക്കുള്ള കഴിവിനെ കണ്ടെത്തുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ആ കഴിവിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നല്ല കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളത് കാണുന്നില്ലെന്ന് മാത്രം. പൈസ ഒട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ പണമുണ്ടാക്കുന്ന പല വഴികളും ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അത് ശ്രമിച്ചുകൂടാ? അവിടെ നമുക്ക് പണം ആവശ്യമില്ല, പകരം നമ്മുടെ എനർജിയാണ് ആവശ്യം. അതിലുപരി നമ്മുടെ കഴിവ് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ മേഖലയിലും പ്രവർത്തിക്കുവാൻ. ഇനി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാനുള്ള വഴികളെന്ന് നമുക്ക് നോക്കാം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് യൂട്യൂബിൽ പല തരത്തിലുള്ള ചാനലുകൾ അവൈലബിൾ ആണ്. നമ്മളൊക്കെ അത് കാണുന്നതുമാണ്. എന്തുകൊണ്ട് നമുക്കതേപോലെ ഒരു ചാനൽ തുടങ്ങിക്കൂടാ? നിങ്ങളുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഉണ്ടല്ലോ, ഇത് മാത്രം മതി അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അടുത്തൊരു ഐഡിയ ആണ് ഒരു ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളത്. ഇന്ന് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് നമുക്കിടയിലുണ്ട്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഫേമസ് ആകാം എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ഏണിങ്സും കണ്ടെത്താൻ സാധിക്കും. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം. അടുത്തത്, നിങ്ങൾക്ക് നന്നായി ഡാൻസ് കളിക്കാൻ അറിയുന്ന ഒരാളാണോ? എങ്കിൽ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തിക്കൂടെ? നിങ്ങൾ പഠിപ്പിക്കുന്ന ഡാൻസ് ക്ലാസ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ കഴിവിനെ വളർത്തുകയും ചെയ്യാം. നിങ്ങൾ നന്നായി പഠിക്കുന്ന ഒരാളാണോ? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള കഴിവുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു ട്യൂഷൻ ടീച്ചറായി വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് തുടങ്ങുക. അടുത്തൊരാശയമാണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. നന്നായി വർത്തമാനം പറഞ്ഞ് ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി കൂടാ? അതിൽ നിന്നും നല്ല കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ക്യാമറയുണ്ടോ? അല്ലെങ്കിൽ ഒരു ഐഫോണുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുത്ത് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നല്ല വീഡിയോഗ്രാഫി സ്കില്ലുണ്ടോ? എങ്കിൽ അങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്താൽ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താം. നിങ്ങൾക്ക് സെല്ലിങ്ങിൽ നല്ല കഴിവുണ്ടെങ്കിൽ വാഹനങ്ങളുടെ ബ്രോക്കറായി വർക്ക് ചെയ്യാൻ സാധിക്കും. വാഹനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു ബ്രോക്കറായാൽ നിങ്ങൾക്ക് നല്ലൊരു കമ്മീഷൻ അതിൽ നിന്നും ലഭിക്കുന്നതായി. ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നല്ല ബിസിനസ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി അവർക്ക് നിങ്ങളുടെ ഐഡിയ കൈമാറുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഇനിയും ഒരുപാട് ബിസിനസ് ഐഡിയകളുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവെക്കാം.